എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കഥ പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിങ്ങളുടെ ഒപ്പം എത്തിയിരിക്കുന്നത്. സോ നിങ്ങളോട് ഈ കഥ എനിക്ക് പറയണം എന്ന് തോന്നിയതുകൊണ്ടും ഈ കഥയിൽ ഒരു ഗുണപാഠം ഉണ്ടതുകൊണ്ടുമാണ് ഇങ്ങനൊരു കഥ ഞാൻ ഇവിടെ പറയുന്നത്. സോ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ കഥ കേട്ടപ്പോൾ ബാക്കിയുള്ള നിങ്ങളടുത്തൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നി. സോ ഇതൊരു അധ്യാപികയുടെയും ഒരു വിദ്യാർത്ഥിയുടെയും കഥയാണ്. ഈ അധ്യാപിക മിസ്സിസ് ജോൺസൺ എന്നാണ് അധ്യാപികയുടെ പേര്. ഇതൊരു അടുത്ത് കേട്ട കഥയാണ്. എനിക്ക് ഭയങ്കരമായിട്ടിത് എൻ്റെ മനസ്സിലിങ്ങനെ തട്ടിക്കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. ഈ അധ്യാപിക മിസ്സിസ് ജോൺസൺ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകും. 7ാം ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളോട് പറയും, ഐ ലവ് യു ഡിയർ ഓൾ സ്റ്റുഡൻസ് എന്ന് പറയും. തികച്ചും ഇത് ഒരു കളവാണ് പറയുന്നത്. കാരണം അതിനകത്തെ ഒരു കുട്ടിയെ ഈ അധ്യാപികയ്ക്ക് ഇഷ്ടമല്ല. ജോൺ എന്നാണ് ആ കുട്ടിയുടെ പേര്. എന്നാലും ഈ അധ്യാപിക എല്ലാ ദിവസവും രാവിലെ ക്ലാസ്സിൽ വന്നതിന് ശേഷം കുട്ടികളോട് പറയും, ഐ ലവ് യു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ് എന്ന്. ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ ജോൺ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഈ അധ്യാപികയ്ക്ക് ഇഷ്ടമല്ല. അധ്യാപികയ്ക്ക് ഇഷ്ടമല്ലാത്ത മാത്രമല്ല, അവനോടുള്ള പെരുമാറ്റവും അവനോടുള്ള സ്വഭാവമൊക്കെ വളരെ ഒരു എന്താണ് വാശി പിടിച്ചുള്ള, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു സ്വഭാവമാണ്. സോ അപ്പോൾ ഈ അധ്യാപിക എന്താ ഈ ജോണിൻ്റെ അടുത്ത് ഇഷ്ടമല്ലാത്തത്? ആ ക്ലാസ്സിൽ വന്നിട്ട് അധ്യാപിക എന്നും ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഈ അധ്യാപിക തീരുമാനിച്ചു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് ജോണിൻ്റെ അക്കാഡമിക് ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. കാര്യം ജോൺ ഈ സ്കൂളിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അക്കാഡമിക് ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ ജോൺ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആർട്സിലും സ്പോർട്സിലും അക്കാഡമിക്സിലും ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ഈ അധ്യാപികയുടെ ബർത്ത്ഡേ ആയി. കുട്ടികൾ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ജോണും ഒരു പൊതിയുമായിട്ട് അധ്യാപികയുടെ മുന്നിലെത്തി. അപ്പോൾ ഈ പൊതി തുറന്ന് അധ്യാപിക നോക്കിയപ്പോൾ സത്യത്തിൽ ആ പൊതിക്കകത്ത് ഒരു പൊട്ടിയ ബ്രേസ്ലെറ്റ്, പിന്നെ തീരാറായ ഒരു സ്പ്രേയും, ബോഡി സ്പ്രേയും. അപ്പോൾ അധ്യാപിക ചോദിച്ചു, ജോൺ ഇതെന്താണ് ജോൺ? അപ്പം ജോൺ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതെൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രേസ്ലെറ്റും ബോഡി സ്പ്രേ ആണ്, ഇനി ടീച്ചർ ഇത് ഉപയോഗിക്കണം. അപ്പോൾ അധ്യാപിക തിരക്കി, അമ്മ എവിടെ? അമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ചു. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അക്ഷരാർത്ഥത്തിൽ അധ്യാപിക ആ കുട്ടിയെടുത്ത് പകച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത നിമിഷത്തിലൂടെയാണ് അധ്യാപിക കടന്നുപോയത്. അങ്ങനെ ജോണിനെ തിരിച്ചറിഞ്ഞ അധ്യാപിക പിന്നീട് ക്ലാസ്സിൽ വന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ക്ലാസ്സിൽ വന്ന് വീണ്ടും അധ്യാപിക ഐ ലവ് ഓൾ ഡിയർ മൈ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും കളവായിരുന്നില്ല. സോ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ജോൺ പഠിച്ചു, വലുതായി. അധ്യാപികയും ജോണും തമ്മിലുള്ള കോണ്ടാക്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ജോൺ വിദേശത്തേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം അധ്യാപികയ്ക്കൊരു ലെറ്റർ വരുന്നു. ജോണിൻ്റെ വിവാഹമാണ്, ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. സോ അങ്ങനെ അധ്യാപിക ക്ഷണം സ്വീകരിച്ച് ജോണിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. പോകുമ്പോൾ മുൻനിരയിൽ ഒരു കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, റിസർവ്ഡ് ഫോർ മൈ മദർ എന്ന്. അധ്യാപിക ചെന്ന് നിന്നപ്പോൾ ജോൺ ആ കസേരയിലേക്ക് കാണിച്ചു.
അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. സോ അക്ഷരാർത്ഥത്തിൽ ആ അധ്യാപികയെ തിരിച്ചറിഞ്ഞ നിമിഷമാണ്. ഇതുപോലെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും പല അവസ്ഥകളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെയൊക്കെ വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ മനസ്സിലാക്കി അവരെയൊക്കെ നല്ല വഴിക്ക് നയിക്കുന്ന ആരാണോ അവരായിരിക്കും നല്ല അധ്യാപകർ. ഈ ഒരു ഗുണപാഠം എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് തട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്.